ചെറിയ കുട്ടികളെ ഭയപ്പെടുത്തി ബ്ലഡിലെ അഡ്രിനോക്രോം എന്ന കെമിക്കൽ കോമ്പൗണ്ട് കളക്ട് ചെയ്യുന്നത് മുതൽ ടീനേജ് പെൺകുട്ടികളെ അതിക്രൂരമായി യൂസ് ചെയ്യാൻ വേണ്ടി ലോകത്തിലെ ഉന്നതർക്ക് കൂട്ടിക്കൊടുപ്പ് വരെ നടത്തിയ ജെഫ്രി എപ്സ്റ്റീൻ എന്ന കുറ്റവാളി 2019 ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ എപ്സ്റ്റീന്റെ മരണം കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണെന്നുള്ള തെളിവ് FBI ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടതിന് 40 മിനിറ്റുകൾക്ക് മുമ്പ് ടോവ നോയൽ എന്ന ജയിൽ ഗാർഡ് ഒരു വിചിത്രമായ കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. എപ്സ്റ്റീൻ ഇൻ ജയിൽ ലേറ്റസ്റ്റ് ന്യൂസ് എന്നായിരുന്നു ആ സെർച്ച് ചെയ്ത കാര്യം. അതായത് താൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു വലിയ കൊലപാതകത്തിന്റെ കാര്യം പുറം ലോകം അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സെർച്ച്. മാത്രമല്ല ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട്. എപ്സ്റ്റീൻ മരിക്കുന്നതിന് കൃത്യം 10 ദിവസങ്ങൾക്ക് മുമ്പ് ജയിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അക്കൗണ്ടിലേക്ക് $5000 ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അക്കൗണ്ടുകളിലേക്കായിട്ട് ഏകദേശം $10,000-ലധികം പണമിടപാട് കൃത്യമായി നടന്നിട്ടുണ്ട്. എപ്സ്റ്റീൻ ജീവിച്ചിരുന്നാൽ തങ്ങളുടെ ക്രൂരതകളും കാമവറിയും ലോകം തിരിച്ചറിയുമെന്ന ഭയത്താൽ ലോക നേതാക്കളും ബില്യനേഴ്സും മറ്റു പല ഉന്നതരും ചേർന്ന് പണമെറിഞ്ഞ് ഗാർഡ്സിനെ വശത്താക്കി നടത്തിയ കൃത്യമായ കൊലപാതകം തന്നെയാണ് എപ്സ്റ്റീന്റെ ജയിലിലെ മരണം. എ വെൽ പ്ലാൻഡ് മർഡർ. എപ്സ്റ്റീൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ അടക്കം പല ഉന്നതന്മാരും തകർന്നു പോയേനെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രൂപപ്പെടുത്താം.